കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം, മരണം, ശവസംസ്കാരം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യ 4 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ യോഹന്നാന്റെ സുവിശേഷം അടിസ്ഥാനമാക്കി യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതയെ ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് പള്ളിത്തോട് ന്യൂലിയ ചർച്ചിലെ YPC അംഗങ്ങളായ നമ്മുടെ കൊച്ചു കൂട്ടുകാർ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറിക്കൽ ചെന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്നു ലിയ, മാർഷൽ, ഗായോസ്, എഡ്വിൻ, ഏബൻ, റേനാഡ് തുടങ്ങിയവർ. എല്ലാരും തുറന്നെടുക്കുന്നല്ലോ. എന്തു പറ്റി? യേശുവിന്റെ ശരീരം ഇവിടെ കാണുന്നില്ലല്ലോ. ശിഷ്യന്മാരോട് പറയാം. യേശുവിനെ കല്ലറയിൽ കാണുന്നില്ല. അവനെ ആരോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. എന്ത്? യേശുവിനെ കല്ലറയിൽ കാണുന്നില്ലെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? അതെ, യേശുവിനെ കല്ലറയിൽ കാണുന്നില്ല. അവനെ ആരോ എടുത്തുകൊണ്ട് പോയി. വരൂ, നമുക്ക് നോക്കാം. ശരിയാണല്ലോ, കല്ലറ തുറന്നു കിടക്കുന്നല്ലോ. യേശുവിനെ കാണുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചു? നമുക്ക് പട്ടണത്തിൽ പോയി അന്വേഷിക്കാം. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല. സ്ത്രീയെ, നീ കരയുന്നുണ്ട്. ആരെ തിരിയുന്നു? യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. മറിയയെ, പ്രഭുനി, എന്നെ തുടരുത്. ഞാനിതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് പറയുക. ഞാൻ കർത്താവിനെ കണ്ടു. അവൻ പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്ന് പറയുവാൻ എന്നോട് അരുളി ചെയ്തു. എന്ത്? നീ കർത്താവിനെ കണ്ടുവെന്നോ? അതെ, ഞാൻ കണ്ടു. ഞാൻ കർത്താവിനെ കണ്ടു. വരൂ, നമുക്ക് നോക്കാം. അങ്ങനെ മറിയ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി. യേശു പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. തോമസ് തിരികെ വരുമ്പോൾ യേശു പിന്നെയും അവന് പ്രത്യക്ഷനാകുന്നു. തോമസ്, നീ എവിടെയായിരുന്നു? ഞാൻ യെരുശലേമിൽ പോയിരുന്നു. ഞങ്ങൾ യേശുവിനെ കണ്ടു. എന്ത്? നിങ്ങൾ സ്വപ്നം കാണുകയാണോ? നിങ്ങൾ യേശുവിനെ കണ്ടെന്നോ? അതെ, ഞങ്ങൾ യേശുവിനെ കണ്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അവന്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും എന്റെ വിരൽ അതിലെടുക്കുകയും എന്റെ വിലാപ്പുറത്ത് അവന്റെ കൈ വെക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാനിത് വിശ്വസിക്കുകയില്ല. ശരി, നീ എന്നിട്ട് വിശ്വസിച്ചാൽ മതി. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. തോമസ്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. നിന്റെ കൈ എന്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.